ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിങ്ങിന്റെ ഡിഫറെന്റ് ക്ലാസ്സസ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Different classes of audit. Audit classified into 5 categories. 5 category ആയിട്ട് ഓഡിറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. On the basis of structure. ഒന്ന് on the basis of structure ആണ്. രണ്ടാമത്തെ on the basis of independence. Degree of independence. മൂന്നാമത്തത് on the basis of conduct of audit. നാലാമത്തത് on the basis of specific objectives. അഞ്ചാമത്തത് new generation audit. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഡിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതേ നമ്മൾ ഓൺ ദി ബേസ് ഓഫ് സ്ട്രക്ചറിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു നോക്കാം. ഓൺ ദി ബേസ് ഓഫ് സ്ട്രക്ചർ ഓഫ് ബിസിനസ് ഓഡിറ്റിംഗ് ക്ലാസിഫൈഡ് ആസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്, ഗവൺമെന്റ് ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്, ഗവൺമെന്റ് ഓഡിറ്റ് ഇങ്ങനെ 3 തരമായിട്ടാണ് ആദ്യം തരംതിരിക്കുന്നത്. അതിന് പിന്നെ അഗൈൻ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് കമ്പനി ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്, ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇങ്ങനെ തരംതിരിക്കുന്നുണ്ട്. കമ്പനി ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ 1, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ 2, സെക്കൻഡ് ഓഡിറ്റ് ആണ് ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്, 3 ആണ് ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഔട്ട് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാങ്കിങ് കമ്പനീസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് കമ്പനി, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, KSRTC പോലുള്ളവ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ വരുന്ന ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഓഡിറ്റ്. ദെൻ പ്രൈവറ്റ് ഓഡിറ്റിലെ ഡിഫറെന്റ് ക്ലാസ്സസ് ഓഫ് ഓഡിറ്റ് ഉണ്ട്. സോൾ ട്രേഡർ, പാർട്ണർഷിപ്പ്, ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോൾ ട്രേഡർ, പാർട്ണർഷിപ്പ്, ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ഓഡിറ്റിനെ. പ്രൈവറ്റ് ഓഡിറ്റിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സോൾ ട്രേഡർ, പാർട്ണർഷിപ്പ്, ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ ഓഡിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത് നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ഓഡിറ്റ്, അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓഫീസസ്, ഗവൺമെന്റ് കമ്പനീസ്, ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്. ഇതാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ. ആദ്യം നമ്മൾ പറഞ്ഞത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നുള്ളതാണ്. അത് വരുന്നത് കമ്പനി ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്, ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദെൻ എന്തൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് കമ്പനി ഓഡിറ്റ് എന്നുള്ളതാണ്. കമ്പനി ഓഡിറ്റിന്റെ പ്രത്യേകത എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എന്റർപ്രൈസസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്. ചില സ്റ്റാറ്റ്യൂട്ട് പ്രകാരം രൂപം കൊണ്ട എന്റർപ്രൈസസിനാണ് സ്റ്റാറ്റ്യൂട്ടറി എന്റർപ്രൈസസ്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. അത്തരം സ്റ്റാറ്റ്യൂട്ടറി എന്റർപ്രൈസസ് അത്തരത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓഡിറ്റിനെ എന്ത് വിളിക്കുന്നു? കമ്പൽസറി ആയിട്ട്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓഡിറ്റ് എന്താണ്? കമ്പൽസറി ആണ്. അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഓർ ലോ. ഏതെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു കമ്പൽസറി ഉണ്ടെങ്കിൽ അത്തരം ഓഡിറ്റിനെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് വിളിക്കും. അത് ചിലപ്പോൾ കമ്പനീസ് ആക്ട് ആയിരിക്കാം, അതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരിക്കാം, ഇൻഷുറൻസ് കമ്പനീസിന്റെ ആക്ട് ആയിരിക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ആക്ട് ആയിരിക്കാം, പബ്ലിക് ചാരിറ്റബിൾ കമ്പനീസിന്റെ ആക്ട് ആയിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓഡിറ്റിനെ എന്ത് വിളിക്കുന്നു? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് കമ്പനി ഓഡിറ്റ്? കമ്പനി ഓഡിറ്റ് നോക്കാം. കമ്പൽസറി ആണ് കമ്പനി ഓഡിറ്റ് കമ്പനീസ് ആക്ട് 1956 അനുസരിച്ച്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിൽ ഒന്നാമത്തേതാണ് കമ്പനീസ് ഓഡിറ്റ്. അപ്പോൾ കമ്പനീസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്,
compulsory under the Companies Act 1913 and 1956. ഈ കമ്പനീസ് ആക്ടിൽ തന്നെ വിവിധ വകുപ്പുകൾ പറയുന്നുണ്ട്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും പവേഴ്സും സ്കോപ്പ് ഓഫ് ഓഡിറ്റും ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്ററും ഒക്കെ ആ കമ്പനീസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരമായിരിക്കും. അത്തരത്തിലുള്ള ഓഡിറ്റിനെ എന്ത് വിളിക്കുന്നത്? കമ്പനീസ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലൊരു കമ്പനീസ് ഓഡിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. Advantages of company audit എന്ന് പറഞ്ഞാൽ shareholders are assured of the working of the company and they are not defrauded. ഇതിൽ തന്നെ ഡിഫ്രോഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സംശയം ഉണ്ടാകുന്നില്ല, ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകുന്നില്ല. ഷെയർ ഹോൾഡേഴ്സ് അതേപോലെ തന്നെ ഓഡിറ്റ് പ്രൊവൈഡഡ് ചെക്ക് ഓൺ മോറൽ ചെക്ക് ഓൺ ഡിസോണസ്റ്റ് എംപ്ലോയീസ്. ഡിസോണസ്റ്റ് എംപ്ലോയീസിന്റെ ഒരു മോറൽ ചെക്കിന് ഇത് സഹായിക്കുന്നു. ഒരു മോറൽ ചെക്ക്, അതായത് ഡിസോണസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ ആക്ടിവിറ്റീസിന് ഒരു ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മേക്ക് സൗണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഈ കമ്പനി ഓഡിറ്റ് കൊണ്ട് സാധിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കമ്പനീസ് ഓഡിറ്റ് ആണ്, കമ്പനി ഓഡിറ്റർ കമ്പനീസ് ആക്ട് അനുസരിച്ചാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ ആയിക്കോട്ടെ, അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ ആയിക്കോട്ടെ, അതിൻ്റെ remuneration of auditor, question of the auditor in company, rights and powers auditor, ഇതൊക്കെയും പറയുന്നത് കമ്പനീസ് ഓഡിറ്റിന്റെ കമ്പനീസ് ആക്ടിലാണ്. ഡ്യൂട്ടീസ്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ഒക്കെ നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ എന്തൊക്കെയെന്ന്, ഇതൊക്കെ കമ്പനീസ് ഓഡിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നതാണ്. ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ, കമ്പനീസിന്റെ ഓഡിറ്റ് ആകുമ്പോൾ കമ്പനീസിന്റെ ഏതൊക്കെ ലിസ്റ്റ് ഓഫ് ബുക്സ് ഉണ്ടെന്നും ആ ബുക്സ് എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനി ഓഡിറ്റിന്റെ പ്രൊസീജിയർ നമ്മൾ പഠിക്കും. കമ്പനീസ് ഓഡിറ്റിന്റെ ഭാഗത്ത് നമ്മൾ പഠിക്കും ഓഡിറ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഓഡിറ്റ് ഓഫ് അസറ്റ്സ് നമ്മൾ പഠിക്കും. ഓഡിറ്റ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ പഠിക്കും. അവിടെയൊക്കെയുള്ള ഓഡിറ്റർ ഡ്യൂട്ടി എന്താന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. മാനേജർ റെമ്യൂണറേഷൻ ഓഡിറ്റർ, കമ്പനി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റിൽ കമ്പനി ഓഡിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞ കമ്പനി ഓഡിറ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഓഡിറ്റിന്റെ ഒരു ടൈപ്പ്, ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. മറ്റൊരു ഓഡിറ്റ് ആണ് ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. അത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ത്, ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരം ട്രസ്റ്റുകൾ രൂപീകരിക്കുന്നത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്, സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ വിഡോസ് മൈനേഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം, ഓർഫൻസിന് വേണ്ടിയിട്ടായിരിക്കാം, വിഡോസിന് വേണ്ടിയിട്ടായിരിക്കാം, ഫോർ ദി ബെനിഫിറ്റ് ഓഫ് വീക്കർ സെക്ഷൻസിന് വേണ്ടിയാവാം. ഇതിനൊരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടായിരിക്കും. അത് ആ ട്രസ്റ്റ് ഡീഡ് അനുസരിച്ച് മാത്രമാണ് അത് പ്രവർത്തിക്കാൻ കഴിയുക. ട്രസ്റ്റീസ് ആണ് അതിന്റെ ലുക്ക് ആഫ്റ്റർ ദി പ്രോപ്പർട്ടി, കളക്ട് ദി റെന്റ്, പ്രോപ്പർട്ടി, ഡിവിഡൻഡ് ഷെയർ ആൻഡ് ഇഷ്യൂഡ് ദി ഇൻകം ടു ദി ബെനിഫിഷ്യറീസ്. ട്രസ്റ്റ് ഡീഡിലുള്ള ടേംസ് അനുസരിച്ച് അവരുടെ ബെനിഫിഷ്യറീസിന് അതിന്റെ ബെനിഫിറ്റ് നൽകുകയും അതിനാവശ്യത്തിലുള്ള പണം കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്, ട്രസ്റ്റീസ് ആണ്. ആ ട്രസ്റ്റീസ് റെസ്പോൺസിബിൾ ആണ് മെയിൻറ്റൈനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഡിസോണസ്റ്റ് ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ അതിൽ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് സാധ്യമാകുന്ന ഒന്നാണ്
ട്രസ്റ്റ് എന്നുള്ളത് അക്കൗണ്ടുകൾ. അതുകൊണ്ട് ട്രസ്റ്റ് അക്കൗണ്ടുകൾ എന്ത് ചെയ്യണം? ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് ഓഡിറ്റ് ചെയ്യണം. ആ ട്രസ്റ്റ് ആക്ടിൽ പ്രധാനപ്പെട്ട ട്രസ്റ്റ് ആക്ട് ആണ് ഇന്ത്യ ട്രസ്റ്റ് ആക്ട്. മറ്റൊരു ട്രസ്റ്റ് ആക്ട് ആണ് ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട്. ദ അക്കൗണ്ട്സ് ഓഫ് പബ്ലിക് ട്രസ്റ്റ് ഹാസ് ബീൻ ഇനാക്റ്റഡ് പ്രൊവൈഡ് കമ്പൽസറി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് നിർബന്ധിച്ച ആക്ടാണ് ബോംബെ പബ്ലിക് ട്രസ്റ്റ് ആക്ട്. നാഷണൽ ലെവലിൽ ഒരു ആക്ട് ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലുള്ള ആക്ടുകളുണ്ട്. ഇതൊക്കെയും ട്രസ്റ്റീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ, ഏതെങ്കിലും ഫ്രോഡുലന്റ് ആയിട്ടുള്ള മാനിപ്പുലേഷൻ ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നു? തടയുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് ട്രസ്റ്റ് ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ട്രസ്റ്റ് ഓഡിറ്റ് കൊണ്ട് ഉണ്ടാകുന്നത്? Audit of trust accounts by qualified auditor under statute has now assured the beneficiaries that they will no more defaulted. ഏതെങ്കിലും തരത്തിലുള്ള ഡിഫോൾട്ടുകൾ വരുത്തിയില്ല എന്നത് ഉറപ്പുവരുത്തുന്നു. ട്രസ്റ്റ് അക്കൗണ്ട്സ് ആർ പ്രോപ്പർലി മെയിൻറ്റൈൻഡ്. ട്രസ്റ്റ് അക്കൗണ്ട്സ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. It will also be benefit to the trustee that there will be no necessary criticism against them. ട്രസ്റ്റീസിന് അവിടെ ഒരു തരത്തിലുള്ള ക്രിറ്റിസിസം നേരിടേണ്ടി വരുന്നില്ല. കാരണം ഓഡിറ്റഡ് ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റീസിന് എന്ത് ചെയ്യപ്പെടുന്നില്ല, ട്രസ്റ്റീസിന് ഏതെങ്കിലും തരത്തിലുള്ള ക്രിറ്റിസിസം ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ഓഫ് ട്രസ്റ്റ് അക്കൗണ്ട്സിന്റെ ഓഡിറ്റ്. ദെൻ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓഡിറ്റ് ഉണ്ട്. ഏതൊക്കെയാണ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓഡിറ്റ് എന്ന് പറയുന്നത്? അതിൽ വരുന്നതാണ് ബാങ്കിങ് കമ്പനീസ് എന്നുള്ളത്, ഇൻഷുറൻസ് കമ്പനീസ്, ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, KSRTC പോലുള്ളവ. അത്തരം ബോഡീസിന്റെ ഒക്കെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ വരുന്നതാണ്. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അതിലേറെ പ്രത്യേക ആക്ട് പ്രകാരം അത്തരം കോർപ്പറേറ്റ് ബോഡീസിന്റെ ഒക്കെ എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അത്തരത്തിൽ നിർബന്ധമായിട്ടുള്ള കോർപ്പറേറ്റ് പബ്ലിക് ബോഡീസ് ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് ക്വാളിഫൈഡ് ഓഡിറ്ററിനാലാവണമെന്ന് നിർബന്ധമുണ്ട്. ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് യൂഷ്വലി ഡീൽ വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് പബ്ലിക് മണി. അതുകൊണ്ട് തന്നെ therefore job of auditor become all more significant ആണ്. ഇത്തരം ലാർജ് മണി ഡീൽ ചെയ്യുന്ന ഇത്തരം കമ്പനീസ്, കോർപ്പറേറ്റ്സ്, ഇത്തരം സ്ഥാപനങ്ങൾ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് നിർബന്ധമാണ്. അതെങ്കിലും തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ഡ്യൂട്ടീസ്, പവേഴ്സ്, ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ ദിസ് ബോഡീസ് അതിന്റെ റെലവെന്റ് സ്റ്റാറ്റ്യൂട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? പറയുന്നുണ്ടാവും. എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്? ഇത് സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക് ഇൻ ജനറൽ. ഇത് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനെ, പൊതുജന താല്പര്യം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. Auditor find interest of the public is not properly looked after. It should be brought to the notice of the higher authority. ഇതെന്ത് ചെയ്യും? ഹയർ അതോറിറ്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിക്കും. Then auditing of accounts of institutions ensured proper accounting and application of relevant revenues. Auditing of accounts of the institutions ensured proper accounting and application of revenues of the authorities concerned. ഇത് ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് പ്രോപ്പർ അക്കൗണ്ടിങ്ങിനും അതുപോലെ അപ്ലിക്കേഷൻസ് ഓഫ് റവന്യൂസ് അതോറിറ്റീസിന്റെ റവന്യൂസ് അപ്ലൈ ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു എന്ന് പറയാം. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണുള്ളത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. 1912 ആക്ട് അനുസരിച്ചാണ് കോപ്പറേറ്റീവ്സ് ഫോം ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യപ്പെടുന്നത്. ഇത് ഫർദർ അമെൻഡ് ചെയ്തിട്ടുണ്ട് വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട് 1969 അതിലൊരു അമെൻഡ്മെന്റ്സ് കൊണ്ടുവന്നതാണ്. The accounts of cooperative institution maintained as per the Cooperative Societies Act and Regulation. Cooperative Society Act and Regulation അനുസരിച്ചായിരിക്കണം അതിന്റെ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഔട്ട് ഓഫ് അക്കൗണ്ട് ദീസ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ കമ്പൽസറി ആണെന്ന് പറയുന്നുണ്ട്. ആ രജിസ്ട്രാർ അപ്പോയിന്റ് ഓഡിറ്റർ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. രജിസ്ട്രാർ ആണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റേഴ്സിന് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ആ രജിസ്ട്രാർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ്
തന്നെയുള്ള രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു, ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി സ്റ്റേറ്റ് എന്താണ്, അതോറിറ്റി ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ്. ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള അതോറിറ്റി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ABCD എന്ന ഡിഫറെന്റ് ക്ലാസ് അക്കോർഡിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെന്റ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. A ക്ലാസ്, B ക്ലാസ് എന്നുള്ള രീതിയിൽ. ഓഡിറ്റർ എക്സാമിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് അവാർഡ് ചെയ്യുന്നത്, ഈ ക്ലാസിഫിക്കേഷൻ. ഓഡിറ്റർ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ആർക്കാണ്, രജിസ്ട്രാർക്കാണ്. നമ്മൾ കമ്പനീസ് ഓഡിറ്റ് ഒക്കെയാണ്, കമ്പനീസിൻ്റെ ഓഡിറ്റ് ആരാണോ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന അതോറിറ്റി, ഏതൊരു ഓഡിറ്റിനും ആ അതോറിറ്റിക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ രജിസ്ട്രാർക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് റിപ്പോർട്ട്, റിപ്പോർട്ടർ എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മളിനി പറയാൻ പോകുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കഴിഞ്ഞു, ജനറൽ ഓഡിറ്റിനെ കുറിച്ചാണ്. സോൾ ട്രേഡർ നടത്തുന്ന ഓഡിറ്റിനാണ് പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോൾ ട്രേഡർ നടത്തുന്ന, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് നടത്തുന്ന, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ നടത്തുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഓഡിറ്റ് ആണ് എന്ത്, പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഓഡിറ്റ് റെഫേഴ്സ് ടു ദി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് പ്രൈവറ്റ് ബിസിനസ് എന്റർപ്രൈസസ് സച്ച് ആസ് സോൾ ട്രേഡർ, പാർട്ണർഷിപ്പ് ഫേംസ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരിക്കലും തന്നെ ഇത് കമ്പൽസറി ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഓണറുടെ, ഇതിന്റെ ഉടമസ്ഥരുടെ ഡിസ്ക്രിപ്ഷനാണ് അത് നടത്തണോ വേണ്ട എന്നുള്ളത്. വ്യക്തികളുടെ, ഓണറുടെ ഒക്കെ ഡിസ്ക്രിപ്ഷനാണ്. അവരുടെ പ്രൊഫഷണൽ മാനേജ്മെന്റിന് വേണ്ടി നടത്തുന്ന, ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഓഡിറ്റ് ആണ്. സോൾ ട്രേഡർ നടത്തുന്ന ഓഡിറ്റ് ഉണ്ട്. സോൾ ട്രേഡർ നടത്തുന്ന ഓഡിറ്റ് ഓപ്ഷനിലാണ്, ഒരിക്കലും കമ്പൽസറി അല്ല. സോൾ ട്രേഡർ ഒരു ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നു, അവർ തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ദ അഗ്രിമെന്റ് ഓഡിറ്റർ മസ്റ്റ് ഗെറ്റ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദി റൈറ്റിംഗ് ഫ്രം എന്താണ് ക്ലയന്റ് ആൻഡ് വാട്ട് എക്സ്പെക്റ്റഡ്, എന്തൊക്കെയാണ് സ്കോപ്പ് എന്നൊക്കെ ഉള്ളത് അവർ തമ്മിലുള്ള ഒരു അഗ്രിമെന്റിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നു എന്തിനൊക്കെ വേണ്ടിയാവാം, ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓഡിറ്റർ ചിലപ്പോൾ ഒരേ സമയം ഓഡിറ്ററും അതേ സമയം തന്നെ അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അത്തരം ഘട്ടത്തിൽ ഒരിക്കലും തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യുന്നില്ല, അതിലുള്ള ഏതെങ്കിലും തരത്തിലും മിസ്അപ്രോപ്രിയേഷന് ലാബിൾ ആവുന്നില്ല. എംപ്ലോയീസ് ഓഫ് ദി ക്ലയന്റിന്റെ എംപ്ലോയീസ് വരുത്തി വെക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ ഒരിക്കലും അയാൾ എന്ത് ചെയ്യുന്നില്ല. ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് ഫുൾ ഓഡിറ്റ് ആണെങ്കിൽ അയാളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, ഫുൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടാകുന്ന ഒഴിവാക്കുക എന്നുള്ളത്. ഓഡിറ്റർ മസ്റ്റ് ആക്ട് സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ക്ലയന്റ്. ഏതെങ്കിലും തരത്തിലുള്ള നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ അത് ലാബിൾ ആണ് എന്നുള്ളതാണ് ഓഡിറ്റർ. എന്തൊക്കെ അഡ്വാൻസ് ആണ് ഈ ഓഡിറ്റിംഗ് ഉള്ളത് നോക്കാം. Audit of account of sole trader assures that the accounts are made up to date, properly maintained. Accounts ഒക്കെ properly maintain ചെയ്തിട്ടെന്ന് ഉറപ്പുവരുത്താം. Detect fraud and irregularities committed by the employees. Employees കമ്മിറ്റ് ചെയ്യുന്ന irregularities, fraud ഒക്കെ കണ്ടെത്താൻ സഹായിക്കുന്നു. It helps the preparation of income tax return. Income tax return സബ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. Wealth taxന്റെ അസസ്മെന്റ് സഹായിക്കുന്നു. Settlement of various claims on death of the owner. ഓണർ ഡെത്ത് സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിംസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റുന്നു, തീർക്കാൻ സഹായിക്കുന്നു. പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ആണ് ഉള്ളത്. പാർട്ണർഷിപ്പ് ഒരിക്കലും തന്നെ കമ്പൽസറി ആണെന്ന് പറയുന്നില്ല. അത് പാർട്ട്നേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അത് ഒരു ക്വാളിഫൈഡ് ഓഡിറ്റർ നിയമിച്ചുകൊണ്ട് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് എന്ത് ചെയ്യാൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. അതിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിലായിരിക്കും പാർട്ട്ണർഷിപ്പിന്റെ ഓഡിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുള്ളത്. അവർ മ്യൂച്വൽ അഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ആയിട്ട്, അവർ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ ഡിഫൈൻ മ്യൂച്വൽ അഗ്രിമെന്റ് ഓഫ് റൈറ്റിംഗിൽ ഉണ്ടായിരിക്കും. അത് ഫുൾ ഓഡിറ്റ് ആയിരിക്കാം, പാർഷ്യൽ ഓഡിറ്റ് ആയിരിക്കാം. ഓഡിറ്റർ ഫേം സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കാണ്, പാർട്ട്നേഴ്സിനാണ് അപ്പോയിന്റ് ചെയ്ത് ആരാണോ അവർക്കാണ് എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്.
ഈ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫൈനൽ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക, എന്നിട്ട് ഡിറ്റക്ട് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക, എറേഴ്സ് ആൻഡ് ഫ്രോഡ്, ഡിറ്റക്ട് ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് ആണ്. പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമൊക്കെ എന്ത് ചെയ്ത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുമോ നോക്കലാണ്. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. പാർട്ണർ ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് ഇൻഡിപെൻഡന്റ് ആൻഡ് അൺബയസ്ഡ് ഒപ്പീനിയൻ ഓൺ ദി ട്രൂ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി ഫേം. Audit helps to detect fraud and errors. Accounts shall become more reliable and may help for obtaining loan from banks and other institutions. Audited accounts can serve as the proper basis of the valuation of goodwill and assets in the case of admission, retirement, death of a partner. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പാർട്ണർഷിപ്പിന്റെ ഓഡിറ്റ് ചെയ്യുന്നതോടുകൂടി അത് അതിന്റെ ഗുഡ്വില്ലിനെ വാല്യൂ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ അത് അഡ്മിഷന്റെ കേസിലും റിട്ടയർമെന്റ് കേസിലും ഡെത്ത് ഓഫ് ദി പാർട്ണർ കേസിലൊക്കെ സഹായിക്കുന്നുണ്ട്. ഓഡിറ്റർക്ക് നല്ല വേസ് സജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറയാം. എന്തൊക്കെ ഡിഫറൻസസ് ആണുള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ പാർട്ണർഷിപ്പിന്റെ ഓഡിറ്റുകൾ തമ്മിലുള്ളത്? അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ നമുക്ക് നോക്കുമ്പോൾ അത് ഒരു കമ്പൽസറി ഓഡിറ്റ് ആണ്. എന്നാൽ പാർട്ണർഷിപ്പിന്റെ ഒരിക്കലും തന്നെ ഒരു കമ്പൽസറി ഓഡിറ്റ് അല്ല. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കമ്പൽസറി ഓഡിറ്റ് ആണ്, എന്നാൽ കമ്പനീസ് ആക്ട് അനുസരിച്ച്. എന്നാൽ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ഒരിക്കലും തന്നെ കമ്പൽസറി അല്ല, ഓപ്ഷനിലാണ് എന്ത് ഓഡിറ്റ് എന്നുള്ളത്. ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് മെമ്പേഴ്സ് ഓഫ് ദി ജനറൽ മീറ്റിംഗ് ആണ്. എന്നാൽ എന്താണ് പാർട്ണേഴ്സ് ഒരു മ്യൂച്വൽ അഗ്രിമെന്റിലാണ് ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നത് പാർട്ണർഷിപ്പ് ഓഡിറ്റിന്റെ കേസിൽ. അവർ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പവേഴ്സ് ഓഫ് ദി ഓഡിറ്റർ ഈസ് ഡിഫൈൻ ഇൻ ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. 226 ക്വാളിഫിക്കേഷൻ പറയുന്നത്. 224 and 29 വരെയുള്ള സെക്ഷൻസിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ എന്തൊക്കെ ഡ്യൂട്ടീസ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് കമ്പനീസ് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻസ് ഓഫ് കമ്പനീസ് ആക്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മ്യൂച്വൽ അഗ്രിമെന്റ് നമ്മൾ ഏത് അഗ്രിമെന്റ് ആണോ പറഞ്ഞിട്ടുള്ളത് ആ അഗ്രിമെന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും പാർട്ണർഷിപ്പിന്റെ ഏത് ഡ്യൂട്ടീസും റൈറ്റ്സും ഡ്യൂട്ടീസും പവേഴ്സും ഒക്കെ. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് ഈസ് റിക്വയർഡ് ടു ബി ഡൺ കമ്പൽസറി ഇയർ ആഫ്റ്റർ ഇയർ ആണ്. ഒരിക്കലും തന്നെ എന്തില്ല കമ്പൽസറി ഇല്ല, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പാർട്ണർ ആണ്. ഓഡിറ്റർ മസ്റ്റ് ബി ക്വാളിഫൈഡ് ഓഡിറ്റർ ആയിരിക്കണം അണ്ടർ സെക്ഷൻ 226 ഓഫ് ദി കമ്പനീസ് ആക്ട് അനുസരിച്ച്. എന്നാൽ ഓഡിറ്റർ നീഡ് നോട്ട് ഹോൾഡ് എനി ദോസ് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പാർട്ണർഷിപ്പിന്റെ കേസിൽ. Then next, auditor must be the auditor will report to members ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നാൽ ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യേണ്ടത് and certifies in accordance with the terms of appointment. എന്താണോ മ്യൂച്വൽ ആയിട്ട് നേരത്തെ അഗ്രി ചെയ്തത്, ആ അഗ്രി ചെയ്ത ആരുമായിട്ടാണോ പാർട്ണേഴ്സ് ആയിട്ടാണ് ആ പാർട്ണേഴ്സിനാണ് എന്ത് ചെയ്യേണ്ടത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ദെൻ പാർട്ണർഷിപ്പ് കഴിഞ്ഞാൽ മറ്റുള്ള പ്രൈവറ്റ് ഓഡിറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ് അവരുടെ ടാക്സ് കണക്കാക്കാൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്ന ഓഡിറ്റ് ആണ് എന്ത് അത് ബിൽഡിംഗ് ഓണേഴ്സ്, റെന്റലായിട്ട് കൊടുക്കുന്ന ഓണേഴ്സ്, എസ്റ്റേറ്റ് മാനേജേഴ്സ്, ഇവരൊക്കെ എന്ത് ചെയ്യുക വലിയൊരു ഇൻകം വരുന്ന ആളുകളായിരിക്കും, വലിയ എക്സ്പെൻഡിച്ചറും ഇൻകം വരുന്ന ആളുകളായിരിക്കും. അവർ എന്ത് ചെയ്യപ്പെടും, അവരുടെ അക്കൗണ്ട് എംപ്ലോയീസിനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം. ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്ന അത്തരം വ്യക്തികൾ, സ്ഥാപനങ്ങളിലെ വ്യക്തികളും അവരുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ആളെ ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത്തരത്തിലുള്ളൊരു ഇൻകം ടാക്സ് ലിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഫഷണൽ ഓഡിറ്റർ സഹായം തേടുന്നതാണ് വിളിക്കുന്നത് ഇൻഡിവിജ്വൽ ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽസിന്റെ കേസിൽ പറയുന്നത്. ദെൻ ഓഡിറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നുണ്ട്, നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരിക്കലും തന്നെ നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യുന്ന സ്ഥാപനമല്ല. അതുകൊണ്ട് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ പൂർത്തീകരിക്കുന്നുണ്ടോ നോക്കാൻ ഒരു ഓഡിറ്റ് ആവശ്യമാണ്. ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, കോളേജ്, അസോസിയേഷൻസ്, ക്ലബ്സ്, ലൈബ്രറീസ് ഒക്കെ ഒരുപാട് എമൗണ്ട് റെസീറ്റ്സും എക്സ്പെൻഡിച്ചറും വരുന്ന സ്ഥാപനമാണ്. അവിടെയും നമുക്ക് ഓഡിറ്റ് ചെയ്യാന്നുള്ളത് കമ്പൽസറി അല്ലെങ്കിൽ പോലും നെസസറി ആണ് അത് ഓഡിറ്റ് ചെയ്യാന്നുള്ളത്. അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൃത്യമായിട്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇത് ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാം. അത്തരത്തിൽ ഓഡിറ്റ് ചെയ്യുന്നത് എന്താ വിളിക്കുന്നത്, അത്തരത്തിൽ ഓഡിറ്റ് ആണ് ഓഡിറ്റ് ഓഫ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡിറ്റക്ഷൻ, ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുകയും
എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡ്സ് വരികയാണെങ്കിൽ അത് എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണെങ്കിൽ അതൊക്കെ കണ്ടെത്താനൊക്കെ ഇത് സഹായിക്കും. ഇത് ഗവൺമെന്റ് ഗ്രാന്റ് നേടുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഗവൺമെന്റ് ഓഡിറ്റ് 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓഫീസ് ഓഡിറ്റ്, ഗവൺമെന്റ് കമ്പനീസ് ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് കോർപ്പറേഷൻസ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓഫീസസ് ഓഡിറ്റ് ഉണ്ട്, ഗവൺമെന്റ് കമ്പനീസ് ഓഡിറ്റ് ഉണ്ട്, ഗവൺമെന്റ് കോർപ്പറേഷൻസിന്റെ ഓഡിറ്റ് ഉണ്ട്. ഗവൺമെന്റ് ഓഡിറ്റ് മീൻസ് ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ്, ഗവൺമെന്റ് കമ്പനീസ് ആൻഡ് ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് തന്നെയാണ്. അതായത് എൻഷുറിങ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആണ് ഇത് എന്ത് ചെയ്യുന്നത്, എൻഷുർ ചെയ്യുന്നത്. അത് ഫിനാൻഷ്യൽ കൺട്രോളിനുള്ള ടൂളാണ്. ഗവൺമെന്റ് എന്ത് ചെയ്യുക, ലാർജസ്റ്റ് എന്റർപ്രൈസസ് ആണ്. ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് ദി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, അത് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കേസ് തന്നെയാണ്. ഇതിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ശരിക്കും ഗവൺമെന്റ് ഓഡിറ്റിന്റെ ഏറ്റവും ഹയർ അതോറിറ്റി ആയിട്ടുള്ളത്. അവിടെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഓഡിറ്റിന് വേണ്ടിയിട്ട്. അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഗവൺമെന്റ് ഓഡിറ്റ് ആർട്ടിക്കിൾ 149 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് അതിന് പ്രൊവിഷൻസ് ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന പ്രൊവിഷനിൽ ആർട്ടിക്കിൾ 149 ആണ് ഈ ഗവൺമെന്റ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. അതിലാണ് നോട്ടീസും ഡ്യൂട്ടീസ് ലയബിലിറ്റീസ് ഒന്നും തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഓഡിറ്റർ വർക്ക് അക്കോർഡിംഗ് ടു ഡിപ്പാർട്ട്മെന്റ് റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. ഗവൺമെന്റ് ഓഡിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്. നമ്മൾ കണ്ടക്ട് ഓഫ് ഓഡിറ്റിന്റെ ടൈപ്സ് നമ്മൾ പഠിക്കും, കണ്ടിന്യൂസ് ഓഡിറ്റ് നമ്മൾ പഠിക്കും. കണ്ടിന്യൂസ് ഓഡിറ്റ് ടൈപ്പ് ആണ്. അത് ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് പബ്ലിക് മണി, ഒരുപാട് പബ്ലിക് മണി അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവഡ് ആണ്. ഓഡിറ്റ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോളറിന് ഓഡിറ്റർ ജനറൽ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതൊക്കെ കൺട്രോൾ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. അവരെന്ത് ചെയ്യുന്നു, പാർലമെന്റിന്റെ ഹൗസസിലേക്ക് വെക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് റിലേറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്ത് സ്റ്റേറ്റ് ഗവർണേഴ്സിനാണ്. ഗവർണർ അത് ഫോർവേഡ് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ എന്ത് ചെയ്യുന്നു, മുന്നിൽ വെക്കുന്നു. ഓഡിറ്റ് ഓഫ് ഗവൺമെന്റ് കമ്പനീസിന്റെ കേസിൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 51% ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അതെന്താണ്, ഗവൺമെന്റ് കമ്പനിയാന്ന് പറയാം. അത്തരം കമ്പനി അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനീസ് ആണ് ഗവൺമെന്റ് കമ്പനീസ് എന്ന് വിളിക്കുന്നത്. കമ്പനീസ് ആക്ട് അനുസരിച്ച് ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇവരുടെയൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആണ്. The audit of accounts of government companies conducted by chartered accountants appointed by the Controller and Auditor General of India. Controller and Auditor General അപ്പോയിന്റ് ചെയ്യുന്ന, അതേപോലെ തന്നെ കമ്പനി ലോ ബോർഡിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ചെയ്യുന്ന ആളാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽക്കാണ്. അവരെന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഓഡിറ്റ് ഓഫ് കോർപ്പറേഷൻസ് ലൈക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആണ്. അവയുടെ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ദീസ് കോർപ്പറേഷൻസ് എന്ത് ചെയ്യണം, കമ്പൽസറി ആണ്. അതായത് കമ്പനീസിന്റെ കോർപ്പറേഷന്റെ ആക്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഗവൺമെന്റ് ഓഡിറ്റും നമ്മുടെ കൊമേഴ്സ്യൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഗവൺമെന്റ് ഓഡിറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ്, കോർപ്പറേഷൻസ്, കമ്പനീസിന്റെ ഓഡിറ്റ് ആണ്. എന്നാൽ കൊമേഴ്സ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ കൺസൾട്ടൻസിലാണ് നടക്കുന്നത്. ഗവൺമെന്റ് ഓഡിറ്റ് കമ്പൽസറി ആണ്, എന്നാൽ കൊമേഴ്സ്യൽ ഓഡിറ്റ് എന്തല്ല, പ്രൈവറ്റ് ഓഡിറ്റ് കമ്പൽസറി അല്ല. ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോയിന്റ് ചെയ്യുന്നവരെ തന്നെയാണ് കൺട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ ആണ്. എന്നാൽ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കൊമേഴ്സ്യൽ ഓഡിറ്റ് ആണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ് എന്ത്, ഗവൺമെന്റ് ഓഡിറ്റ്. എന്നാൽ അതേസമയം കൊമേഴ്സ്യൽ ഓഡിറ്റ് ഒരിക്കലും പീരിയോഡിക്കലി ഒരു ഫിക്സഡ് പീരീഡ് മാത്രമാണ് നടത്തുന്ന ഓഡിറ്റ് ആണ്.
A dispersing department of the government office responsible for the audit work. Dispersing department ആണ് ഇവിടെ responsible. Cash payment of department is not concerned with audit work. Cash payment എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും തന്നെ audit work കൺസേൺ ചെയ്യുന്നില്ല. Preliminary audit of bills is made treasury officer or dispersing officer. അതേസമയം cashier makes payment only. No preliminary audit ഇല്ല. പ്രൈവറ്റ് കൺസേൺസിൽ ഒന്നും തന്നെ പ്രിലിമിനറി ഓഡിറ്റിന് ശേഷമല്ല എന്ത് ചെയ്യുന്ന ബില്ലുകളൊന്നും പാസ്സാക്കുന്നത്. അതേസമയം ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി ഒരു പ്രിലിമിനറി ഓഡിറ്റ് ആവശ്യമാണ് ഇതിൽ ഗവൺമെന്റ് ഓഡിറ്റിന്റെ കേസിൽ. ഇത്രയാണ് നമുക്ക് നമ്മൾ പറഞ്ഞു. സ്ട്രക്ചർ ഓഫ് ബിസിനസിന്റെ ബേസിലുള്ള ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി, പ്രൈവറ്റ്, ഗവൺമെന്റ് ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് കമ്പനി ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്, ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. Then private audit, sole trader, partnership, individual institutions. Then government audit, government department and office, government companies, government corporations. പബ്ലിക് കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്നെ ഒന്നാമത്തെ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞു. ആസ് പെർ ദി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് അത് കമ്പൽസറി ആയിട്ടുള്ള ഓഡിറ്റ് ആണ്. അത് സ്റ്റാറ്റ്യൂട്ടറി. കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനി ഓഡിറ്റ് എന്താണ്, കമ്പൽസറി ആണ്. ട്രസ്റ്റിന്റെ ഓഡിറ്റ് എന്താണ്, കമ്പൽസറി ആണ് ചില ട്രസ്റ്റ് ആക്ട് അനുസരിച്ച്. സ്റ്റാറ്റ്യൂട്ടറി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അതിന്റെ ആക്ട് അനുസരിച്ച് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി അനുസരിച്ച് എന്താണ്, നിർബന്ധമാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറി ആണ്, നിർബന്ധമാണ്. പ്രൈവറ്റ് ഓഡിറ്റ് എന്താന്ന് പറഞ്ഞു. എന്താണ് ഓഡിറ്റ് ഓഫ് ഗവൺമെന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് എന്താണെന്ന് പറഞ്ഞു. ഗവൺമെന്റ് കമ്പനീസിന്റെ കേസ് എന്താന്ന് പറഞ്ഞു. എന്താണ് ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞു. ഓഡിറ്റ് ഓഫ് കോർപ്പറേഷൻസ് എന്താന്ന് പറഞ്ഞു. ദെൻ ഗവൺമെന്റ് ഓഡിറ്റും കൊമേഴ്സ്യൽ ഓഡിറ്റും തമ്മിൽ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു. ഗവൺമെന്റ് ഓഡിറ്റും കൊമേഴ്സ്യൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓഡിറ്റും തമ്മിൽ ഡിഫറൻസസ് എന്താന്ന് പറഞ്ഞു. കമ്പനി ഓഡിറ്റും പാർട്ണർഷിപ്പ് ഓഡിറ്റും തമ്മിൽ ഡിഫറൻസസ് എന്താന്ന് പറഞ്ഞു. ഇത്രയാണ് പ്രധാനമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ദിവസം നമുക്ക് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ബേസിലൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം.